മുട്ടനാട്ടുവിള ശ്രീ ദുർഗാദേവി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവമാണ്. ഇന്ന് പൊങ്കാലയോടുകൂടിയാണ് ഉത്സവം സമർപ്പണം നടക്കുന്നത്. പൊങ്കാലയുടെ ദൃശ്യങ്ങളാണിന്ന് കർമാനോസ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നൂറ്റാണ്ടുകളോളം പൗരാണികതയുമായി ബന്ധപ്പെട്ട നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട നിരവധി കഥകളുമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണിത്. മുമ്പൊരിക്കൽ കർമാനോസ് പ്രേക്ഷകരുമായി ഈ ക്ഷേത്രത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളൊക്കെ പങ്കുവച്ചിരുന്നു. ഇന്ന് കാർത്തിക മഹോത്സവത്തിൻ്റെ ദൃശ്യങ്ങളും ഇവിടുത്തെ ഭക്തരുടെ അനുഭവങ്ങളുമൊക്കെയാണ് പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇവിടുത്തെ വിവിധ ദൃശ്യങ്ങളിലൂടെ നമുക്ക് പോകാം. പൊങ്കാല ആരംഭിക്കാനുള്ള സമയമായി. പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകരുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ക്ഷേത്രം മേൽശാന്തി ശ്രീ സുരേഷ് നായരാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹമാണ് പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പുള്ള അഗ്നി അടുപ്പുകളിൽ പകരുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് പോകാം. ആദിസ്വരൂപിണി വേദവിഹാരിണി ആദിപരാശക്തി ജഗത്മോഹിനി ഉമയും നീ രമയും നീ ശ്യാമയുമെല്ലാം നീ ഉലകങ്ങളെ ഉന്മയൂട്ടുന്നോരമ്മ ഐശ്വര്യ ശൗര്യപ്രദായിനി നീ. ഓരോ മനസ്സിലും ഇന്ന് പൊങ്കാലയിടുന്ന ഓരോ സ്ത്രീ മനസ്സിലും മുട്ടനാട്ടുവിളയിലെ ഓരോ സ്ത്രീ മനസ്സിലും ഉയർന്നു നിൽക്കുന്ന ദേവീഭാവം അത് തന്നെയാണ് കൃഷ്ണപ്രിയയുടെ ഈ സ്തുതിയിലൂടെ പ്രതിഫലിക്കുന്നത്. ഈ നാട്ടിലുള്ള ഓരോ സ്ത്രീയുടെയും ആശ്രയമാണ് ഇവിടുത്തെ ഈ അമ്മ, ഈ ദുർഗാ ഭഗവതി. ശ്രീ മുട്ടനാട്ടുവിള ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഞാൻ താമസിക്കാൻ എത്തിയിട്ട് ഏകദേശം 10 വർഷത്തോളമാകുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഈ ക്ഷേത്രത്തിലെ ഒരു നിത്യ സന്ദർശകയാണ്. ഭഗവതിയെ കാണും, ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ വരുമെന്നതല്ലാതെ ഒരു പതിവായി എന്നും വരുന്ന ഒരു സ്വഭാവക്കാരിയൊന്നും ആയിരുന്നില്ല ഞാൻ. ഒരുപാട് മേൽശാന്തിമാർ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം ഭഗവതിയെ പൊന്നുപോലെ തന്നെയാണ് പരിപാലിച്ചത്. എന്നാൽ ആ പൊന്നുപോലെ പരിപാലിച്ച ആ ഭഗവതിക്ക് ഒന്നുകൂടി തിളക്കം കൂടിയത് ശ്രീ സുരേഷ് ജി അമ്പലത്തിൽ വന്നതിന് ശേഷമാണെന്ന് ഞാൻ പറയും. അത് ഈ നാട്ടുകാരൊക്കെയും ശരിവെക്കുന്ന കാര്യമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച്, ഭഗവതിയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. പറയൂ അങ്ങയുടെ അനുഭവങ്ങൾ. ആദ്യമായി ഓം ഹ്രീം ദുർഗായൈ നമഃ. ആദ്യമേ തന്നെ ഞാനിവിടുത്തെ ഭഗവതിയോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഈ പാദങ്ങളിൽ പൂജ അർപ്പിക്കാനുള്ള ഒരു അവസരം ഭഗവതി ഒരുക്കി തന്നു അവിടുത്തെ സേവിക്കാനായിട്ട്. അതിനാൽ കോടി കോടി പ്രണാമം ഇവിടുത്തെ മുട്ടനാട്ടുവിള അമ്മയ്ക്ക്. പിന്നെ ഇവിടുത്തെ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര ശക്തി സ്വരൂപിയാണ് ഭഗവതി. എല്ലാ ഭഗവതിമാരും ശക്തി സ്വരൂപിയാണെങ്കിലും നമ്മൾ ഓരോ നിമിഷവും നമ്മളുടെ ചൈതന്യം നമ്മളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് അനുഭവങ്ങൾ തന്നും നമ്മൾ ഭവിക്കുന്നില്ലാതെ പ്രത്യക്ഷ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളെ തൊട്ട് തലോടുന്നതായും നമ്മളോട് സംസാരിക്കുന്നതായി പോലും നമുക്ക് അനുഭവപ്പെടുന്ന നിരവധി സംഭവങ്ങളിവിടെ ഉണ്ട്. പിന്നെ ഈ കാവിൽ ഭഗവതിയെക്കുറിച്ച് വിശേഷമായി പറയുകയാണെങ്കിൽ ഷഡാധാര പ്രതിഷ്ഠയോടുകൂടിയ ഒരു അപൂർവ ക്ഷേത്രമാണിത്. ഇതിൻ്റെ ഭഗവതിയുടെ വിഗ്രഹത്തിനുള്ളിൽ ഷഡാധാരങ്ങളെ വെച്ചിട്ടുണ്ട്. ഷഡാധാര പ്രതിഷ്ഠയാണ്. പൂർവ്വകാലങ്ങളിൽ ചെയ്ത പടി വളരെ വലിയ പീഠവും അതിസുന്ദരമായ ചൈതന്യയുക്തമായ വിഗ്രഹവുമാണ്. ചതുർബാഹുവായ വൈഷ്ണവ ദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മൂകാംബികയിൽ പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ ഇവിടെ വലത് കാല് മടക്കി ഇടത് കാല് തൂക്കിയിട്ട നിലയിലാണ് അവസ്ഥ. ഒരേ ഭഗവതി തന്നെയാണ്. മൂകാംബികയിൽ ആ ചൈതന്യ വൈഷ്ണവ ദുർഗാ സാന്നിധ്യം തന്നെയാണ് ഇവിടെയും. ഭഗവതി ബാലഭാവത്തെ കൈക്കൊണ്ട സ്വരൂപമാണ്. ബാലാംബിക എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതായത് അത് മനസ്സിലാക്കി തരുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ വരുമ്പോൾ ഭഗവതിക്ക് ചന്ദന ചാർത്തുണ്ട്. എങ്ങനെയൊക്കെ ചാർത്തി വന്നാലും ഭഗവതി ഒരു കൊച്ചു കുട്ടിയായി മാറും. അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ഉത്സവത്തിൻ്റെ ചാർത്തി വച്ചിരിക്കുകയാണ് ഞാൻ. അതിലും ആ ഒരു ബാലഭാവം തന്നെയാണ് കാണുന്നത്. അതായത് ബാലാംബിക എന്ന് പറയുന്നത് അത് ഈ ജനങ്ങളുടെ വളരെ വലിയൊരു സ്വത്താണ്. കാരണം ഈ ജനങ്ങൾക്ക് കിട്ടിയൊരു നിധിയാണ്. കാരണം ബാലാംബിക എന്ന് പറയുമ്പോൾ
ജനങ്ങൾക്ക് ക്ഷിപ്രപ്രസാദിനെ അപ്പം ചോദിക്കുന്നത് കൊടുക്കും. ബാലികയല്ലേ, അവർ നോക്കില്ല. ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ ചെന്ന് ഇത് തരുമോ എന്ന് ചോദിച്ചാൽ സന്തോഷത്തോടു കൂടി എടുത്ത് തരും. ദുഷ്ടനാണോ നല്ലതാണോ എന്നൊന്നും നോക്കില്ല. അതേപോലെ തന്നെയാണ് ബാലാംബികയും. അംബിക ആ നിറഞ്ഞ വാത്സല്യത്തോടു കൂടി, മാതൃഭാവത്തിലുപരി ഒരു കുഞ്ഞിൻ്റെ വാത്സല്യത്തോടു കൂടി നമ്മൾ അപേക്ഷിക്കുന്നത് എന്തും സാധിച്ചു തരും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ വരിക, ഇവിടുത്തെ ദേവി ചൈതന്യം അനുഭവിക്കുക. അനുഭവത്തിലൂടെ അത് മുന്നോട്ട് ജീവിതത്തിൽ സഹായമായി വരട്ടെ. അവരുടെ അഭിവൃദ്ധിക്കും നന്മയ്ക്കും മേൽഗതിക്കും എല്ലാം അത് പാത്രീഭൂതമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.